കീപ്പ് ഇൻ മൈൻഡ്, ബെയർ ഇൻ മൈൻഡ്. ഇത് രണ്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. മനസ്സിൽ സൂക്ഷിക്കുക, ഓർമ്മിക്കുക എന്നാണ് മീനിങ്. ടു റിമെമ്പർ എ പീസ് ഓഫ് ഇൻഫർമേഷൻ വെൻ മേക്കിംഗ് എ ഡിസിഷൻ ഓർ കൺസിഡറിങ് എ മാറ്റർ. എന്തെങ്കിലും ഒരു പ്രത്യേക ഡിസിഷൻ എടുക്കേണ്ട സമയത്തും അതുപോലെ ഒരു പ്രത്യേക കാര്യം പരിഗണിക്കേണ്ട സമയത്തും ഒക്കെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഓർമ്മിച്ച് വയ്ക്കണം, മനസ്സിൽ സൂക്ഷിച്ച് വയ്ക്കേണ്ട കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പറ്റി പറയുമ്പോൾ കീപ്പ് ഇൻ മൈൻഡ് എന്ന ഫ്രേസ് ഉപയോഗിക്കാം. അതേ സെയിം മീനിങ്ങിൽ തന്നെ ബെയർ ഇൻ മൈൻഡ് ഉപയോഗിക്കാം. പ്ലീസ് കീപ്പ് ഇൻ മൈൻഡ്, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. മനസ്സിൽ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് ആവുന്നത്. വെൻ യു ഗോ ഷോപ്പിംഗ് യു മസ്റ്റ് കീപ്പ് യുവർ ബജറ്റ് ഇൻ മൈൻഡ്. വെൻ യു ഗോ ഷോപ്പിംഗ് യു മസ്റ്റ് കീപ്പ് യുവർ ബജറ്റ് ഇൻ മൈൻഡ്. നിങ്ങൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് ഓർമ്മ വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? ബജറ്റ്. നമ്മൾ എത്ര പൈസ നമ്മുടെ കയ്യിലുണ്ട്, എത്ര സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാവണ്ടേ? അതാണ്. ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് യുവർ ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ് യു നീഡ് ടു കീപ് സം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇൻ മൈൻഡ്. ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് യുവർ ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ് യു നീഡ് ടു കീപ് സം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇൻ മൈൻഡ്. നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ യു നീഡ് ടു കീപ് സം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇൻ മൈൻഡ്. വളരെ പ്രധാനപ്പെട്ട ചില പോയിൻറ്റ്സ് മനസ്സിൽ സൂക്ഷിക്കേണ്ട ആവശ്യം ഉണ്ട്. ഗോ വെർ യു ലൈക്ക്, ബട്ട് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് സം പ്ലേസസ് ആർ more problematic than others for people traveling alone. Go where you like, but keep in mind that some places are more problematic than others for people traveling alone. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോകൂ, go where you like. But ഒരു കാര്യം ഓർമ്മിക്കണം, ഒരു കാര്യം മനസ്സിൽ വയ്ക്കണം. എന്താണത്? സം പ്ലേസസ് ആർ മോർ പ്രോബ്ലമാറ്റിക് ദാൻ അതേഴ്സ് ഫോർ പീപ്പിൾ ട്രാവലിംഗ് എലോൺ. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് ചില പ്ലേസസൊക്കെ മറ്റുള്ള പ്ലേസസിനെ അപേക്ഷിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളതാണ്. കീപ്പ് ഇൻ മൈൻഡ്, അതുപോലെ ബെയർ ഇൻ മൈൻഡ് എന്നതിൻ്റെ ഉപയോഗം മനസ്സിലായല്ലോ. കീപ്പ് ഇൻ മൈൻഡ് എന്നുപയോഗിക്കുന്ന സ്ഥലത്തൊക്കെ ബെയർ ഇൻ മൈൻഡ് എന്ന ഫ്രേസ് ഉപയോഗിക്കാം.